സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ഈസ്റ്റർ, വിഷു, റംസാൻ പുണ്യദിനങ്ങളോടെല്ലാം അനുബന്ധിച്ച് സംസ്ഥാനത്ത് ലഭിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ ഏതൊക്കെയാണ് എന്ന വീഡിയോയിലൂടെ വിശദമാക്കുകയാണ്. മാർച്ച് മാസം 31 മുൻപ് തന്നെ ഇതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം നമ്മളുടെ കൈകളിൽ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലെല്ലാം എത്തിച്ചേരും. എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കെല്ലാം ധനസഹായം ലഭിക്കും. കുട്ടികൾക്കും ഈ പ്രാവശ്യം സഹായമുണ്ട്. അത് ഏത് രീതിയിലാണ് എന്നൊക്കെയുള്ള തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ സംസ്ഥാനത്ത് കുടിശ്ശിക വന്നിരുന്ന അല്ലെങ്കിൽ 2022-23 അക്കാദമിക് വർഷത്തിൽ വിവിധ സ്കോളർഷിപ്പിലേക്ക് കേരളത്തിൽ നിന്ന് അപേക്ഷ വെച്ച വിദ്യാർത്ഥികളുണ്ട്. ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് ലഭിക്കുന്നത്, പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നത്, അതോടൊപ്പം തന്നെ മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിരുന്ന വിവിധ സ്കോളർഷിപ്പുകൾ, അതിൻ്റെ ആനുകൂല്യം 2022-23 അക്കാദമിക് വർഷത്തിലും 23-24 അക്കാദമിക് വർഷത്തിലും സ്കോളർഷിപ്പിൻ്റെ വേരിഫിക്കേഷനും അതോടൊപ്പം തന്നെ സെലക്ഷൻ ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുകയും എന്നാൽ ധനസഹായം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. ഇവരുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. 400 കോടിക്ക് മുകളിലാണ് ഇപ്പോൾ ധനസഹായം അനുവദിച്ചിട്ടുള്ളത്. ഇത് വരും ദിവസങ്ങളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നിക്ഷേപിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ തുക കൂടി ചേർത്തൊക്കെയുള്ള വിതരണമാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഈ ധനസഹായമെല്ലാം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയും വിദ്യാർത്ഥിയുടെയും പേരിലുള്ള ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആനുകൂല്യം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 60 ലക്ഷത്തോളം വരുന്ന വീടുകളിൽ, അത് വിധവാ പെൻഷൻ വാങ്ങുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുണ്ട്, വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകളുമുണ്ട്. ഇനി നമ്മുടെ സംസ്ഥാനത്ത് അവിവാഹിതരായ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുമുണ്ട്. അങ്ങനെയുള്ള വിവിധ പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെടുന്നവർക്ക് 2 മാസത്തെ കുടിശ്ശിക കൂടി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വിശേഷ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഗഡുക്കൾ എന്ന് പറയുമ്പോൾ 3200 രൂപ വീതമാണ് ഓരോരുത്തർക്കും ലഭിക്കുക. ഇനി അതുമാത്രമല്ല, 4800 മൊത്തത്തിൽ വിതരണം ചെയ്യുന്നത്. ഇതിൽ 1600 ആദ്യ ഗഡു ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലുമൊക്കെ എത്തിച്ചേർന്നുവെന്ന് നമ്മൾ കരുതുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഭൂരിഭാഗം ആളുകളുടെയും അക്കൗണ്ടിലേക്ക് തുക എത്തിയിരുന്നു. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് 3200 സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള കുടിശ്ശിക. അത് വിഷുവിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏപ്രിൽ മാസം 14 തീയതിക്ക് മുൻപ്. അതിനു മുൻപ് തന്നെ ഈ തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിലേക്ക് എത്തിച്ചേരും. മസ്റ്ററിങ് പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾ, അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾ, ഈ രീതിയിലൊക്കെ കൃത്യമായിട്ടുള്ള പരിശോധനകളെല്ലാം പൂർത്തിയായ ശേഷമായിരിക്കും ധനസഹായം കൈമാറുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആനുകൂല്യം ഈസ്റ്റർ, വിഷു, റംസാൻ പുണ്യദിനങ്ങളോടനുബന്ധിച്ച് സർക്കാർ സഹകരണ വിപണി കൂടുതൽ സജീവമാക്കുകയാണ്. സഹകരണ ഫെയറുകൾ ചിലപ്പോൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ തന്നെ സപ്ലൈകോ വഴി ഇപ്പോൾ ഫെയർ എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. 13 പരം സബ്സിഡി ഉൽപ്പന്നങ്ങളും അടുത്തയാഴ്ചയോടെ പരിപൂർണ്ണ തോതിൽ സജ്ജമാക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പഞ്ചസാരയും ഉഴുന്നും അടുത്തയാഴ്ചയോടെ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ചില സബ്സിഡി പ്രൊഡക്റ്റിന് ക്ഷാമമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പരിഹരിക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, 40ഓളം വരുന്ന നോൺ സബ്സിഡി ഐറ്റങ്ങൾക്ക് ഡിസ്കൗണ്ടും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോംബോ പായ്ക്കുകളായിട്ടും ചില പ്രൊഡക്റ്റുകൾ ഇപ്പോൾ വിൽപ്പന നടത്തുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ എല്ലാ റേഷൻ കാർഡുകൾക്കും 5 കിലോ വീതം കെ റൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജയ അരി 29 രൂപയ്ക്കും മട്ടേരിയൊക്കെ ആണെങ്കിൽ 30 രൂപയ്ക്ക് കിലോയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും. 5 കിലോയാണ് ഒരു റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ KSRTC വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷൻ വിതരണം ഈ ആഴ്ച തന്നെ ആരംഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക 1000 മുതൽ മുകളിലേക്കാണ് ധനസഹായമുള്ളത്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് നൽകുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.